ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള സ്വീറ്റ് റെസിപ്പി ആയിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ബ്രെഡും പാലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയൊരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രെഡ് സ്വീറ്റ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ തന്നെ ഈ ഒരു സ്വീറ്റ് ബ്രെഡ് റോൾ നമുക്ക് തണുപ്പിച്ചിട്ടും തണുപ്പിക്കാതെയും കഴിക്കാം കേട്ടോ. പക്ഷെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്വീറ്റ് ബ്രെഡ് റോൾ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ സോസ് പാനിലേക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 250 ml കപ്പിന് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുകയാണെങ്കിലായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഏതായാലും 2 കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കോൺഫ്ലവർ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇപ്പോൾ സ്റ്റൗവിൽ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു പാലൊന്ന് തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതാ പാല് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് വേണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പിസ്തയും അതുപോലെ കാഷ്യൂനട്ടും ബദാമും ആയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാലിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നട്ട്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് 1 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു നട്ട്സൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാനും ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ പാലിലേക്ക് ഇറങ്ങാനും കൂടെ വേണ്ടിയിട്ടാട്ടോ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ പാൽ മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബദാം എസൻസ് ആണ്. അപ്പോൾ 1 ടീസ്പൂണ് ബദാം എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെ കയ്യിൽ ബദാം എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എസൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. പിന്നെ പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി നിങ്ങൾക്ക് ഒഴിവാക്കാം. നമ്മളുടെ പാൽ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബ്രെഡ് റോൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മിൽക്ക് ബ്രെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. മിൽക്ക് ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഒരു 8 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 8 മുതൽ 10 സ്ലൈസ് വരെ ബ്രെഡ് നമുക്ക് എടുക്കാം കേട്ടോ. അതിനുള്ള പാൽ മിക്സ് ഉണ്ടാവും ഇത്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ 4 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ ഇത് എല്ലാ ബ്രെഡിൻ്റെയും 4 സൈഡും ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡും ഒരു റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അത് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. എല്ലാ ബ്രെഡും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ വീതം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബ്രെഡിലും ഈ ഒരു ഫില്ലിങ് തീരുന്നത് വരെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ബ്രെഡിലും ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന ഒരു പ്ലേറ്റിലേക്ക് തന്നെ നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡ് റോളും ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പാൽ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാൽ മിക്സ് നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു ബ്രെഡ് ഈ ഒരു പാൽ മിക്സിൽ നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോഴായിരിക്കും ഈ ഒരു ബ്രെഡ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
അപ്പോൾ ഞാനിതാ പാൽ മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്കിതൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാം. അപ്പോൾ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഈ ഒരു പാൽ മിക്സിൽ കിടന്നിട്ട് ഈ ബ്രെഡ് ഒന്നും കൂടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ആ ഒരു മധുരമൊക്കെ ബാലൻസ് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ നമ്മളിതിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് മിൽക്ക് മെയ്ഡൊക്കെ ഉള്ള, അത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു ബ്രെഡ് റോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്